നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഷാജൻ സ്കറിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂവാണ് കൃഷ്ണകിരീടം. ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോൾ മലയാളികൾക്ക് അന്യമാവുകയാണ് കൃഷ്ണകിരീടം എന്ന മനോഹര പുഷ്പം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വർണ്ണോത്സവം ആഘോഷിച്ചു. ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ വച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പപ്പാടെ മാറാൻ പറയടാ. അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പാടെ മാറാൻ പറ. വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഷാജൻ സ്കറിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഷാജൻ സ്കറിയയുടെ പിന്നിലുള്ള വാഹനത്തിലുണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അക്രമികളെ പുറത്തുണ്ടായിരുന്നവരിൽ ചിലർ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം CPM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. ഷാജൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെന്നും ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂവാണ് കൃഷ്ണകിരീടം. ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോൾ മലയാളികൾക്ക് അന്യമാവുകയാണ് കൃഷ്ണകിരീടം എന്ന മനോഹര പുഷ്പം. ചിങ്ങം പിറക്കുമ്പോൾ തന്നെ തൊടികളിൽ സമൃദ്ധമായി കാണപ്പെട്ടിരുന്ന പൂവ് ഇന്ന് അപൂർവമാണ്. ഓണക്കാലം എത്തുന്നതോടെ കൃഷ്ണകിരീടം തല ഉയർത്താൻ തുടങ്ങും. ഇത് പൂവ് മാത്രമല്ല, ഔഷധ ഗുണങ്ങൾ കൂടി അടങ്ങിയ ഒന്നാണ്. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനുമാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, ആറുമാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നു. വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല, നിരവധി ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണിത്. പൂത്തു തുടങ്ങിയാൽ 6 മാസത്തോളം നീളും ഇത് പൂർണ്ണമായും വിരിഞ്ഞു തീരുന്നതിന്. അതുകൊണ്ട് തന്നെ കൃഷ്ണകിരീടത്തിന് 6 മാസച്ചെടി എന്ന വിളിപ്പേര് കൂടിയുണ്ട്. ഇതിൻ്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചിയെടുത്താൽ തീപ്പൊള്ളലേറ്റ പാടുകൾ മാറിക്കിട്ടാൻ ഉപകരിക്കുമെന്ന് പഴമക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വർണ്ണോത്സവം ആഘോഷിച്ചു. ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടി എന്ന നിലയിൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് ഈ വേദി ഞാൻ കാണാനായിട്ട്. നമ്മൾ തന്നെയാണ് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുന്നത്. സമൂഹവും രക്ഷിതാക്കളും നമ്മുടെ കൊച്ചുമക്കളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് എന്നും അവരുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത് പ്രചോദനമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് എന്നും സന്തോഷം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം, നമ്മുടെ സ്വഭാവങ്ങൾ മാറണം, രീതികൾ മാറണം, അത് സമൂഹത്തിൻ്റെ മാറണം, നമ്മുടെ രക്ഷിതാക്കളുടെ മാറണം, തദ്ദേശഭരണ സമിതി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിനെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനീഷ്, AP വിദ്യാധരൻ, VA നദീർ, AN രേണുക തുടങ്ങിയവർ സംസാരിച്ചു.
മാള കേബിൾ വിഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരള വിഷൻ KCCL MD PP സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അമൃത TV സൂപ്പർ സ്റ്റാർ ഫെയിം ധ്രുവ മുഖ്യാതിഥിയായിരുന്നു. മാള കേബിൾ വിഷൻ പാർട്ണർമാരായ PS സുബിതൻ, PL ജോണി, PM സുമേഷ്, PD പൗലോസ്, CP പ്രദീപ്, P ആന്റണി, KA തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, ഓണസദ്യ, സമ്മാനദാനം എന്നിവ നടന്നു. മാള കേബിൾ വിഷൻ ഓപ്പറേറ്റർമാർ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചിട്ടയോടുകൂടി തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും ഇവിടെ കൂടുതലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഇവിടുത്തെ ഓണം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. ഇതിനെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി വിവാഹം നിർവഹിച്ച വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, AP വിദ്യാധരൻ, VA നദീർ, കൃഷി ഓഫീസർ MM സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 4 വരെയാണ് കർഷക ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് എയർപോർട്ട് കാർഗോ ഡിവിഷൻ ഹെഡ് സുഹൈൽ സയ്യിദ് താരിഷ് സൈഫ് അൽ മരി ഉദ്ഘാടനം നിർവഹിച്ചു. All the very best to Express Group of companies for the Kerala branch, and inshallah, so there will be a better opportunities for collaboration. So we will work together for mutual success for UAE and Kerala, inshallah. ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാൻ സിദ്ദിഖ് ഹസൻ, ജനറൽ മാനേജർ അക്ഷയ് ശിവദാസ്, ഇന്ത്യൻ ഓപ്പറേഷൻ ഹെഡ് ദാസ് കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു. എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കേരളത്തിലെ ശാഖ തൃശ്ശൂർ മാളയിൽ തുടങ്ങിയിരിക്കുകയാണ്. ദുബായിൽ 2012 മുതൽ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സർവീസുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് ഫോർമേഷൻ, ടാക്സ് അഡ്വൈസറി, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ തുടങ്ങി ഒരുപാട് സർവീസുകൾ ദുബായിലേക്ക് വേണ്ട, കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്കും ഫാമിലി വിസ, ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ തുടങ്ങിയ എല്ലാവിധ സർവീസുകളും ഞങ്ങൾ ദുബായിൽ ചെയ്യുന്ന അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ശാഖകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ദുബായിലേക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എക്സ്പ്രസ് ഗ്രൂപ്പ് പുതിയ ബ്രാഞ്ചിലൂടെ നൽകുന്നു. ബിസിനസ് ഫോർമേഷൻ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ടാക്സ് അഡ്വൈസറി, വിസിറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ് വിസ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിലെ സംരംഭകർക്കും പ്രവാസികൾക്കും മികച്ച പിന്തുണ നൽകാൻ ബ്രാഞ്ച് പ്രവർത്തനം ലക്ഷ്യമിടും. What I'm trying to say that that UAE and Kerala have a huge connection,
especially in Dubai. So There is a soul bond Yeah, with soul UAE, bond, yeah. UAE and the Kerala peoples. Yeah. Most of the nook and corner in UAE is with Malayali peoples. Yeah, thousands of people is coming in UAE. Yes, exactly. Yeah. So inshallah, I believe we have a good opportunity. പ്രധാന വാർത്തകൾ വീണ്ടും. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഹനത്തിന്റെ അകത്തിരിക്കുന്ന ഷാജൻ സ്കറിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂവാണ് കൃഷ്ണകിരീടം. ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോൾ മലയാളികൾക്ക് അന്യമാവുകയാണ് കൃഷ്ണകിരീടം എന്ന മനോഹര പുഷ്പം. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വർണ്ണോത്സവം ആഘോഷിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.